നോയമ്പ് കാലത്തെ ഇറച്ചിയും മീനും തൊട്ടിട്ടില്ല. 50 നോയമ്പെന്ന് പറഞ്ഞാൽ 50 ദിവസവും ഇറച്ചിയോ മീൻ്റെയോ മയം പോലും കയറ്റത്തില്ലായിരുന്നു വീട്ടിൽ. അതിൻ്റെ അമ്മയുള്ളപ്പം എൻ്റെ അമ്മ പിള്ളേർ വിളിക്കും, അപ്പാപ്പൻ്റെ മകൻ അമ്മായി എന്ന് വിളിച്ച് അമ്മായി എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മായി പറയും, കുഞ്ഞുഞ്ഞെ നീ ഇറച്ചി മീനും വലിയ താല്പര്യമുള്ള പൊള്ളിയല്ലേ, ഇന്നപോലെ ഈ നോയമ്പ് കാലം കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ വീട്ടിൽ കയറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ അത് കുറച്ചൊക്കെ സഹിക്കണമെന്ന് പറയുമായിരുന്നു. അതിൻ്റെ അമ്മായി ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാമെന്ന് പറയുമായിരുന്നു. 4 തൊട്ട് നോയമ്പ് കാലം തുടങ്ങുകയാണല്ലോ. ഇപ്പം എനിക്ക് 83 ഏജാണ്, എങ്കിലും ഞാൻ നോയമ്പ് നോക്കുന്നുണ്ട്. പിള്ളേർ ഈ പള്ളിയിലെ പരിപാടിക്ക് പോയിച്ച് വരുമ്പോഴത്തേന് ആ ചാരം പൂശുന്ന പരിപാടിക്കൊക്കെ ചാരമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പഴയ രീതി തന്നെ ചെയ്യാൻ, പഴയ ഒരു മനുഷ്യനല്ലേ, അത് നെറ്റിയെ കൊണ്ട് അവർ കൊണ്ട് എനിക്ക് തരുമായിരുന്നു. ആദ്യം ഞാൻ തരുന്നവർക്ക് 5 രൂപ കൊടുക്കും, മറ്റേ ആളിന് 2 രൂപ കൊടുക്കും, അതിൻ്റെ പുറകെ വരുന്ന പുള്ളിക്ക് 1 രൂപ കൊടുക്കും. അങ്ങനെ കൊടുക്കുമായിരുന്നു ഞാൻ. സന്തോഷം കണ്ട് ഇവർക്ക് ഇതിന് ഈ നമ്മുടെ സഭയോടുള്ള ആ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ഓർത്ത് ഇവർക്ക് ഇത്രയും ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷം കണ്ടാണ്. അല്ല മുട്ടായി മേടിക്കാനൊന്നും അല്ല കൊടുക്കുന്നത്. ഈ വർഷവും ഞാൻ നോയമ്പെടുക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് മറ്റുള്ള ഈ ആഹാര സാധനത്തിൽ ഇന്നതേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യവുമില്ല. ചമ്മന്തി പൊട്ടിച്ചതാണെങ്കിൽ മുളക് പൊട്ടിച്ചാണെങ്കിലും മതി. അതായത് എനിക്ക് അതിനോട് വലിയ താല്പര്യം, ഞാൻ അതിന് വെയിറ്റ് കൊടുത്തിട്ടില്ല. തമ്പുരാൻ തന്ന ചോറിനകത്ത് ഉപ്പ് ഒഴിച്ച് വേണമെങ്കിലും ഞാൻ തന്നെ ആഹാരം കഴിക്കും. നോയമ്പ് നോക്കുവാണെങ്കിൽ ഒരു വക സാധനങ്ങൾ ഇറച്ചിയും മീനും തൊടത്തേയില്ല. അതുപോലെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുന്നുമുണ്ട്. ദൈവത്തിനോട് വിളിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുമുണ്ട്.